ആലപ്പുഴയിൽ അസാധാരണ അംഗവൈകല്യത്തോടെ കുട്ടി ജനിച്ചതിൽ ആരോപണ വിധേയയായ ഡോക്ടർക്കെതിരെ കൂടുതൽ പരാതി. ഡോക്ടർ പുഷ്പ എടുത്ത പ്രസവത്തിൽ കുഞ്ഞിന്റെ തോളലിനും ഞരമ്പുകളും തകർന്നതായി രക്ഷിതാക്കൾ ആരോപിക്കുന്നു. 1.5 വയസ്സുള്ള കുട്ടിയുടെ കൈ ഭാഗികമായി തളർന്ന നിലയിലാണ്. കുട്ടിയുടെ അമ്മ അശ്വതിയുടെ ചികിത്സയിലും പിഴവുണ്ടായി. സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പരാതി നൽകിയിട്ടും ആശുപത്രി അധികൃതർ തുടർ നടപടി എടുത്തില്ല. ഞാൻ ചോദിച്ചു കുഞ്ഞിന്റെ കൈക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് വാക്യൂം ഡെലിവറി എടുത്തപ്പോൾ സംഭവിച്ചാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 9-ാം മാസം. ആര് പറഞ്ഞു? അവിടുത്തെ ഡോക്ടർ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു 9-ാം മാസത്തെ സ്കാനിംഗിൽ അവന് യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കൈയെടുത്ത് ഞാൻ ടേബിളിൽ വെച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞു ഈ സെയിം ഇഞ്ചറി തന്നെ എനിക്കും വന്നിരിക്കുന്നത്. ബ്രേച്ചൽ പ്ലക്സസ് ഇഞ്ചറി ആണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ആ ബ്രേച്ചൽ പ്ലക്സസ് ഇഞ്ചറിയാണ്, എക്സ്പയർസി ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റിക്കവർ ആവുമെന്ന് വെച്ചാൽ 3 മാസം ഇല്ല 6 മാസത്തിനുള്ളിൽ റിക്കവർ ആവുമെന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ ഇവര് നേരെ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടാന്ന് പറഞ്ഞു. പുഷ്പ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ നേരെ നിങ്ങളോട് പറഞ്ഞു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്നിട്ട് നേരെ എങ്ങനെ ഒടിഞ്ഞു എന്ന് അവരോട് ചോദിച്ചില്ലേ? കുട്ടിയുടെ കൈ ചോദിച്ചപ്പോൾ പറഞ്ഞ് വാക്യൂം ഡെലിവറി വഴി എടുത്തപ്പോൾ സംഭവിച്ചാണെന്നാ പറഞ്ഞു. എല്ലാ ദിവസവും കരച്ചിലും ബേളമായിരുന്നു. കരച്ചിലും ബേളമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അപ്പൊ നിങ്ങൾ WNC അന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു? റെഫർ ചെയ്തു. ഇവിടെ ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തായിരുന്നു. ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തപ്പോഴാണ് പറഞ്ഞത് സ്ലിംഗ് ഇടാൻ പറഞ്ഞു, കുളിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. ആദ്യം കുട്ടിയെ വാക്യൂമിൽ പുറത്തെടുത്തിട്ട് ഇവര് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് ജൂനിയർ ഡോക്ടർമാരാണ് സ്റ്റിച്ച് ഇട്ടത്. എന്നിട്ട് അവരങ്ങും പോയി. ഞാൻ അപ്പോഴത്തേക്കും ആ ലേബർ റൂമിൽ തന്നെ കിടക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നഴ്സുമാരും 1-2 സ്റ്റാഫും കൂടി ബോഡി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. ക്ലീൻ ചെയ്യാനായിട്ട് കാല് 2 കൂടി പൊക്കിയപ്പോഴത്തേക്കും താഴോട്ട് ബ്ലഡ് പോകുന്നു. അപ്പം എനിക്ക് ഫീലായി എന്തോ നമ്മുടെ ദേഹത്തൂടി താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തപ്പോഴത്തേക്ക് 1-2 നഴ്സുമാർ റൂമിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോയി അവർ വന്ന് കുറെ കോട്ടൺ എല്ലായിട്ട് വന്ന് ഒപ്പുന്നത് കണ്ടപ്പോൾ ഞാൻ കണ്ടു, റെഡ് കളർ കണ്ടു പഞ്ഞിക്കകത്ത്. അപ്പൊ എനിക്ക് മനസ്സിലായി അത് ബ്ലഡ് ആണെന്ന് മനസ്സിലായി. ഈ പുഷ്പ ഡോക്ടറിന്റെ കൂടെ വേറൊരു മെയിൽ ഡോക്ടറും ഫീമെയിൽ ഡോക്ടറും ഉണ്ടായിരുന്നു. ആ മെയിൽ ഡോക്ടറാണ് എന്നോട് വന്ന് പറഞ്ഞത് സ്റ്റിച്ച് കുറച്ച് കൂടുതലുണ്ട്, അത് ഞങ്ങൾ ഇടത്തില്ല, മെയിൻ ഡോക്ടറെ അത് ഇടത്തുള്ളൂ, ഡോക്ടർ വീട്ടിൽ പോയിരിക്കുവാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരും, എന്നിട്ട് ആ സ്റ്റിച്ച് ഇടുമെന്ന് പറഞ്ഞത്. അതേസമയം ഇന്നലെ പുറത്തുവന്ന പരാതിയിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. വിശദമായ അന്വേഷണത്തിന് ആരോഗ്യ അഡീഷണൽ ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘം വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി. കുഞ്ഞിനെ വിദഗ്ധ സംഘം പരിശോധിച്ചു. കുട്ടിയുടെ ചികിത്സ ഏറ്റെടുക്കുമെന്ന് തിരുവനന്തപുരത്തു നിന്നുള്ള സംഘം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ ഇടപെടലിൽ തൃപ്തി എന്നാണ് കുഞ്ഞിന്റെ പിതാവ് അനീഷ് പറഞ്ഞത്. അവർ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനമായിട്ട് തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസമുള്ളത്. തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ഞാനൊരു സാധാരണക്കാരനാണ്. എന്നെ സംബന്ധിച്ച് ഈ ചികിത്സയായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശരണ്യ, ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഡോക്ടർ പുഷ്പയുടെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഉണ്ടായത്. ഈ കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യം കുട്ടിയുടെ തുടർ ചികിത്സ ഏറ്റെടുക്കാമെന്ന ആരോഗ്യവകുപ്പിന്റെ ഉറപ്പാണ്. പക്ഷേ ഇപ്പോഴും ഈ ഡോക്ടർ പുഷ്പ ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ അടിക്കടി ഉണ്ടായിട്ടും അവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇപ്പോഴും അവർ സർവീസിൽ തുടരുകയാണോ? ടോം, ഡോക്ടർ പുഷ്പയ്ക്കെതിരെ മറ്റൊരു നടപടിയിലേക്കും ഇതുവരെ ആരോഗ്യ വകുപ്പ് നീങ്ങിയിട്ടില്ല. ഇന്ന് എത്തിയ ആരോഗ്യ വകുപ്പിന്റെ സംഘം പോലും വ്യക്തമാക്കുന്നത് അവർ ഈ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നുള്ളതാണ്. നമുക്കറിയാം 4 ഡോക്ടർമാർക്കെതിരെയാണ് ഈ നവജാത ശിശുവിന് അംഗവൈകല്യം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ സൗത്ത് പോലീസ് കേസെടുത്തത്. ഈ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഡോക്ടർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് KGMO രംഗത്ത് വന്നിരുന്നു. അവർ പറയുന്നൊരു കാര്യം, ഇത് ഈ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നവജാത ശിശുവിന് വൈകല്യം സംഭവിച്ചതുമായി ബന്ധപ്പെട്ടോ ഡോക്ടർമാർക്ക് പിഴവുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ പ്രധാന അസോസിയേഷൻ തന്നെ ഡോക്ടർമാർക്ക് പിന്തുണയുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അതായത് കൂടുതൽ പരാതികൾ ഇപ്പോൾ ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട കുട്ടിയുടെയൊക്കെ അവസ്ഥ അതീവ ദയനീയമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം റെയിൽവേ സ്റ്റേഷൻ സ്വദേശികളായ വിഷ്ണുവിന്റെയും അശ്വതിയുടെയും 1.5 വയസ്സുള്ള കുഞ്ഞിനെയാണ് നമ്മൾ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടത്. കുഞ്ഞിനെ വാക്വം ചെയ്ത് പുറത്തേക്ക്, ഡോക്ടർ പുഷ്പ തന്നെയായിരുന്നു അന്ന് ഡെലിവറി എടുത്തിരുന്നത്, അവർ വാക്വം ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നതിനിടയിൽ ഷോൾഡർ ബോണിനോട് ചേർന്നിട്ടുള്ള നാഡികൾ കുട്ടിയുടെ വലിഞ്ഞും പൊട്ടിപ്പോയി എന്നുള്ളതാണ്. അതായത് ഈ കുഞ്ഞിനെ പുറത്തേക്ക് എടുത്ത് അന്ന് തന്നെ വണ്ടാനത്തേക്ക് റെഫർ ചെയ്തിരുന്നു. കൈക്ക് ഒടിവുണ്ടായിട്ടുണ്ട്. അതായത് ആദ്യം തന്നെ കൈ സ്വാധീനമില്ലാത്ത പോലെയായിരുന്നു കുഞ്ഞിന്റെ ഇടത് കൈ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ കൈക്ക്
കുട്ടി നിരങ്ങാൻ തുടങ്ങിയപ്പോൾ ഈ കൈ കുഞ്ഞ് ഉപയോഗിക്കാതായി തുടങ്ങി. അങ്ങനെയാണ് ഇതിന്റെ ഒരു കൂടുതൽ ഗൗരവം മനസ്സിലാക്കുകയും കുടുംബം ചികിത്സയ്ക്കായി കുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്തത്. അതിൽ തന്നെ ചികിത്സാ രേഖകൾ വ്യക്തമാക്കുന്നത് കുഞ്ഞിനെ പ്രസവ സമയത്ത് വാക്വം ചെയ്തെടുത്തതിനെ തുടർന്ന് ഉണ്ടായ ബ്രാച്ചിൽ നാഡികൾ അതിന് ക്ഷതം സംഭവിക്കുകയും ആ നാഡീ ഞരമ്പുകൾ വലിഞ്ഞു പോവുകയും ആ ഷോൾഡർ ബോണിന് പ്രശ്നം വരികയും ചെയ്തതാണ് കുഞ്ഞിന്റെ കൈ തളർന്നു പോകാൻ കാരണമെന്നാണ്. ഭാഗികമായി മാത്രമേ ആ കുഞ്ഞിനിപ്പോ കൈ ഉപയോഗിക്കാനായി കഴിയൂ. അങ്ങനെ 1.5 വയസ്സുകാരൻ വിഹാൻ ഇതിന്റെ ഒരു ഇരയായാണ് ഇന്നലെ ഇത്തരത്തിൽ പുതിയ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. വിഹാന്റെ അച്ഛൻ വിഷ്ണുവും ഒപ്പം തന്നെ അമ്മയും അശ്വതിയും പറഞ്ഞത് പല തവണ ഇവർ ഈ ഡോക്ടർക്കെതിരെ പരാതിയുമായി ആശുപത്രിയിൽ എത്തിയെന്നുള്ളതാണ്. പക്ഷേ മെഡിക്കൽ ബോർഡ് കൂടണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കോയമ്പത്തൂർ വരെ കുഞ്ഞിന് ചികിത്സയുമായി പോകേണ്ട അവസ്ഥയാണ്. ആ കുട്ടിയുടെ ഒരു സൈഡ് മുഴുവൻ ബെൽറ്റ് ഉൾപ്പെടെയുള്ള സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല മസിൽസ് ലൂസ് ആകുന്നതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ഇഞ്ചക്ഷനാണ് കുഞ്ഞിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കൈ ശോഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഈ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കുമ്പോൾ പോലും നമുക്ക് ഏറ്റവും ഇതിനകത്ത് കളവ് നടന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്നത് ആ ഒരു ഡിസ്ചാർജ് സമ്മറിയാണ്. അതായത് കുട്ടിയുടേതായ ഒരു ഡിസ്ചാർജ് സമ്മറി ആശുപത്രിയിൽ നിന്ന് നൽകിയിരിക്കുന്നതിനകത്ത് ഈ കുഞ്ഞിനെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തതോ അല്ലെങ്കിൽ ഈ ന്യൂബോൺ ബേബിക്ക് ഇത്തരത്തിലൊരു കൈക്ക് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞരമ്പുകൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു സംബന്ധിച്ച് യാതൊരുവിധ രേഖകളും ആ WRC ആശുപത്രിയിൽ നിന്ന് നൽകിയ ഡിസ്ചാർജ് സമ്മറിയിൽ ഇല്ല എന്നുള്ളതാണ്. അത് തന്നെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഇതിനകത്ത് ഏറ്റവും വലിയ കള്ളത്തരം അല്ലെങ്കിൽ ഒത്തുകളി ഡോക്ടറിന് വേണ്ടി നടന്നിട്ടുണ്ട് എന്നുള്ളത്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ശരണി തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെ കുറിച്ച് നിരവധി വാർത്തകൾ ചെയ്തതാണ്. ചികിത്സാ പിഴവ് മൂലം രോഗികൾ മരിച്ച സംഭവം അടക്കം ഒരു കേസിൽ പോലും ഒരു പരാതിയിൽ പോലും നടപടി ഉണ്ടായതായിട്ട് അറിവില്ല. ആരാണ് ഡോക്ടർ പുഷ്പയെ പോലെ ഇതുപോലെ മനുഷ്യജീവന് വെല്ലുവിളി ഉയർത്തുന്ന രീതിയിൽ ചികിത്സിക്കുന്ന, മനുഷ്യജീവന് തന്നെ വെല്ലുവിളിയാകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടും ആരാണ് ഇവരെ ഈ ഡോക്ടർ പുഷ്പയെ പോലുള്ള ഡോക്ടർമാരെ സംരക്ഷിക്കുന്നത്? ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡോക്ടർ പുഷ്പയെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ കുറഞ്ഞ പൈസയ്ക്ക്, അതായത് 100 രൂപ വാങ്ങിയാണ് പേഷ്യന്റിനെ നോക്കുന്നത് എന്നുള്ളതാണ്. അതിന് പക്ഷേ ഈ ഗർഭിണികളായി എത്തുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ നഴ്സുമാരോടൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അവര് നമ്മളോട് സ്വകാര്യമായി പറയാറുണ്ട്. അതായത് അവിടെ എത്തുന്ന പേഷ്യൻസിന്റെ എണ്ണം എത്രയാണെന്ന് പോലും ഇവർക്ക് അറിയില്ല. ആരൊക്കെയാണ് വന്നത് എന്ന് പോലും ഡോക്ടർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരേ സമയം ഒരുപാട് പേഷ്യൻസ് ഡെലിവറിക്കായോ അല്ലെങ്കിൽ മറ്റ് ചികിത്സയ്ക്കായോ എത്തുകയും ഈ പേഷ്യൻസിന്റെ എല്ലാ ഡോക്യുമെന്റ്സും പോലും കൃത്യമായി ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. അത്തരത്തിലൊരു ഹൈ റിസ്ക് ഈ ഒരു കേസിനകത്ത് അവിടെ ആശുപത്രിക്കുള്ളിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് മറ്റ് ഡോക്ടർമാർക്കാർക്കും ഇത്തരത്തിലൊരു പ്രതിസന്ധി ഇല്ല. പക്ഷെ ഇവരുടെ കേസിൽ അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് കയറി ഒരുപാട് പേരെ സ്വകാര്യമായും ചികിത്സിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ആളുകൾ വന്ന് കയറുമ്പോൾ വരുന്ന കേസുകളുടെ കൃത്യമായ വിശകലനം ഇവരുടെ കയ്യിലില്ല. നമുക്ക് ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പുറത്തു കൊണ്ടുവന്ന ഒരു കേസായിരുന്നു. അതായത് തലനാരിഴയ്ക്ക് ഈ WRC ആശുപത്രിയിൽ ചികിത്സ നേടി ഡോക്ടർ പുഷ്പയുടേതായ ചികിത്സ നേടി പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു പെൺകുട്ടി, കുട്ടനാട്ടുകാരിയുടെ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്നും സംഭവിച്ചത് ഇതുപോലെ തന്നെയാണ്. ഇവർക്ക് കേസുകളെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ പോലും ഉണ്ടാവാത്ത രീതിയിലാണ് ഇത്തരത്തിൽ ആളുകളെ നോക്കുന്നത് എന്നുള്ളതാണ് അന്നും ആ പരാതിക്കാരി പറഞ്ഞിരുന്നത്. അവർക്കും ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഹൃദയസ്തംഭനം ഉണ്ടായി. അതായത് 3 കേസുകൾ നമ്മൾ ഈ ഡോക്ടർ പുഷ്പയുമായി ബന്ധപ്പെട്ട് ഹൃദയസ്തംഭനം ഉണ്ടായി മരണപ്പെട്ട 2 കേസുകൾ മരണപ്പെട്ടു. ഒരെണ്ണം ഈ പറഞ്ഞ കുട്ടനാട്ടുകാരി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് തിരിച്ചു വരികയും ചെയ്തു. ആ കേസുകളിലെല്ലാം തന്നെ ഈ പ്രതിസ്ഥാനത്ത് ഈ ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വളരെ പ്രഹസനമായി തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം എന്ന് പറയാം. നമ്മൾ ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്ന ഘട്ടത്തിലും മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്നു, തിരുവനന്തപുരത്ത് നിന്ന് സംഘം എത്തുന്നു. പക്ഷെ ഒരു കേസിൽ പോലും ജെനുവിനായ പ്രഹസനം മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന. ആരോപണ വിധേയായ ഡോക്ടർക്കെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നു വന്നിട്ടും ഡോക്ടർ പുഷ്പയ്ക്കെതിരെ ഇതുവരെയും യാതൊരു നടപടിയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സ്പോട്ട് ലൈവ് പൂർണ്ണമാകും.